വിഷുദിനത്തിൽ അമ്പലപ്പുഴ ശ്രീകൃഷ്ണസ്വാമി ക്ഷേത്രത്തിലും വൻ ഭക്തജന തിരക്ക് അനുഭവപ്പെട്ടു. പതിവ് പൂജകൾക്ക് പുറമെ പ്രത്യേകം പൂജകളും എഴുന്നള്ളിപ്പും വിഷു ആഘോഷത്തിന്റെ ഭാഗമായി ക്ഷേത്രത്തിൽ നടന്നു. വിഷു തലേന്നാൾ രാത്രി നട തുറന്ന് ശാന്തി ദേവന് ഒന്നാന്തരം തിരുവാഭരണങ്ങൾ ചാർത്തി. തുടർന്ന് ശ്രീകോവിലിൽ വെള്ളി ഉരുളിയിൽ ഭഗവാനായി കണിക്കൊരുക്കി. ക്ഷേത്രം മേൽശാന്തി, കോയ്മസ്ഥാനി, സോപാന സംഗീത കലാകാരൻ, സുരക്ഷാ ജീവനക്കാർ എന്നിവർ മാത്രമാണ് നാലമ്പലത്തിനുള്ളിൽ രാത്രി തങ്ങിയത്. പുലർച്ചെ 3 മണിക്ക് നട തുറന്നു. വിളക്കുകൾ തെളിയിച്ച് ഭഗവാനെ ആദ്യം കണി കാണിച്ചു. തുടർന്ന് കോയ്മസ്ഥാനി മേൽശാന്തിക്ക് കൈനീട്ടം നൽകി. പിന്നീട് ഭക്തർക്ക് കണി കാണാനുള്ള ഒരുക്കങ്ങളും ക്ഷേത്രത്തിൽ ഏർപ്പെടുത്തിയിരുന്നു. രാത്രി 9-10 മണിയോടുകൂടി തിരിച്ച് നട തുറന്ന് കണി ദർശനമെല്ലാം ഒരുക്കി. രാവിലെ ആദ്യം മേൽശാന്തിയായ ഞാനും കോയ്മ പിന്നെ സംബന്ധി അമ്പലപ്പുഴ വിജയകുമാറും 3 പേരും കൂടി രാവിലെ ആദ്യത്തെ കണി ദർശനം നടത്തി. ആദ്യത്തെ കൈനീട്ടം കോയ്മയ്ക്ക് കൊടുത്ത് സംബന്ധിക്കും അമ്പലപ്പുഴ വിജയകുമാറിനും കൈനീട്ടം കൊടുത്ത് ഇന്ന് രാവിലെ വിഷുദിനത്തിൽ കണി ദർശനം ആരംഭിച്ചിരിക്കുകയാണ്. രാവിലെ 6 മണിവരെ കണി ദർശനത്തിനായി ആയിരങ്ങളാണ് ക്ഷേത്രനടയിലേക്ക് ഒഴുകിയെത്തിയത്. പതിവ് ക്ഷേത്ര ചടങ്ങുകൾ കൂടാതെ ശ്രീഭൂതബലിയും രാത്രി വിളക്കെഴുന്നള്ളിപ്പും വിഷുവിനോടനുബന്ധിച്ച് നടന്നു. പ്രഭാത പൂജ, ഉച്ചപൂജ, അത്താഴപൂജ നേരങ്ങളിൽ ഒന്നാന്തരം തിരുവാഭരണങ്ങൾ ചാർത്തി ദേവനെ ദർശിക്കാൻ കഴിയുന്ന വർഷത്തിലെ ഏക ദിവസം കൂടിയാണ് വിഷുനാൾ. ക്ഷേത്ര ഉപദേശക സമിതിയുടെ നേതൃത്വത്തിലും മറ്റ് സ്ഥാപനങ്ങളുടെ നേതൃത്വത്തിലും ക്ഷേത്രത്തിലെത്തിയ ഭക്തജനങ്ങൾക്ക് കൈനീട്ട വിതരണവും നടത്തി. ക്ഷേത്രത്തിലെത്തിയ എല്ലാ ഭക്തജനങ്ങൾക്കും പ്രഭാത ഭക്ഷണവും ഉച്ചയ്ക്ക് വിഭവസമൃദ്ധമായ സദ്യയും ഒരുക്കിയിരുന്നു. അമൃത ന്യൂസ്, ആലപ്പുഴ.